ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ചിക്കൻ. നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതൊന്നും നമ്മൾ കട്ട് ചെയ്യുകയും വഴറ്റുകയും ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയൊരു ഗ്രൈൻഡറിൽ 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. തേങ്ങ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ലോണം എല്ലാം മിക്സ് ചെയ്ത് എല്ലാ സൈഡിലും എത്തണം ചിക്കൻ്റെ. എന്നിട്ട് ഇത് ഒരു 1/2 hour നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഇത് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഫെന്നൽ സീഡ് ഉണ്ടല്ലോ അത് പൊടിച്ചതും കൂടി ഇടുക. പിന്നെ ഒരു ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് ഈ തേങ്ങ നമ്മൾ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുക്കണം. അപ്പോൾ തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് അതും അവിടെ മാറ്റി വെക്കുക. അത് തണുത്ത് കഴിഞ്ഞാൽ അതൊന്ന് അരച്ചെടുക്കണം. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അടച്ചു വെക്കുക. അവിടെ നിന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇപ്പോൾ ഇത് നമ്മളെ തേങ്ങ നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനും എല്ലാം നല്ലോണം കുക്കായി എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം മിക്സിയിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതും അതിൻ്റെ അകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, കുറച്ച് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ക്യൂമിൻ പൗഡർ, ജീരകം പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കൂടി വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റി ഒരു റോസ്റ്റ് പരുവത്തിൽ, ഒരു പെരണ്ടിരിക്കുന്നൊരു പരുവുണ്ടല്ലോ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മൾ അടിപൊളി കോക്കനട്ട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഈസി അല്ലേ, ഒന്നും മുറിക്കുക വഴറ്റുക ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.